വി.ആർ. അനൂപ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ സ്ത്രീലമ്പടരുടെ സംരക്ഷകരാണ് കോൺഗ്രസ് എന്ന പ്രയോഗം, അതിന്മേൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് വെൽ ഡ്രാഫ്റ്റഡ് ആരോപണം അല്ലെങ്കിൽ വെൽ ഡ്രാഫ്റ്റഡ് കേസ് എന്ന പ്രതികരണവുമായി KPCC അധ്യക്ഷൻ വരുന്നത്. അതിനെ തള്ളി പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് വരുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ യഥാർത്ഥ നിലപാട്? അതിലേക്ക് ഞാൻ വരാം സ്മൃതി. അതിനു മുമ്പ് പിണറായി വിജയൻ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തിയ പല പ്രസ്താവനകളുണ്ടല്ലോ. അത് പത്രപ്രവർത്തകനെ മുതൽ പാർലമെൻറ്റ് അംഗത്തെ വരെ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെ അങ്ങേയറ്റം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയൊരു ചരിത്രമുണ്ട് അദ്ദേഹത്തിന്. എടോ ഗോപാലകൃഷ്ണ, നികൃഷ്ടജീവി, പരനാറി. അപ്പോൾ പിണറായി വിജയനിൽ നിന്ന് അത്തരം പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമല്ല. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ബഹുമാന്യമായ പദവിയാണ്. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരാൾ നടത്തേണ്ട പ്രസ്താവനയുടെ ഔന്നത്യം അദ്ദേഹം പാലിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കോൺഗ്രസ് സ്ത്രീലമ്പടന്മാരെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒറ്റപ്പെട്ട വ്യക്തികളെ മാത്രം ഉദാഹരിച്ചുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൂടി ആലോചിക്കണ്ടേ? നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ പി.ടി. കുഞ്ഞുമുഹമ്മദ് അദ്ദേഹം എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഇടതുപക്ഷ സഹയാത്രികനാണ്, CPM-ന്റെ പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന ആളാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഈ ക്രൈം ചെയ്തിരിക്കുന്നത് എപ്പോഴാണ് സ്മൃതി? അദ്ദേഹം ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ചലച്ചിത്രമേളയുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ നിയോഗിച്ച ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സർക്കാർ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയതാണെന്നേ. അതിൽ 13 ദിവസത്തെ ഈ താമസം വരിക എന്ന് പറയുന്നത് അസ്വാഭാവികമല്ലേ? ഇപ്പോൾ പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും CPM-ന്റെ LDF-ന്റെ ഈ സർക്കാരിൻ്റെ സ്ത്രീപക്ഷ സമീപനം എന്ന് പറയുന്നത് തികച്ചും വ്യാജമാണെന്ന് വ്യക്തമാക്കപ്പെടുകയല്ലേ? കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധം എന്നതിൽ കവിഞ്ഞ് ഇത്തരം വിഷയങ്ങളോട് CPM-ന് ഒരു ധാർമ്മികമായ പ്രതിബദ്ധത ഇല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞുന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടിയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്നത് എന്താ? ലീഗലി ഡ്രാഫ്റ്റഡ് കംപ്ലൈന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. സണ്ണി ജോസഫ് എന്ന് പറയുന്നത് അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആണ് എന്നത് കൂടാതെ അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ക്രിമിനൽ ലോയർ ആയിരുന്ന ആളാണ്. അപ്പോൾ ഒരു പരാതി നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതൊരു ലേമൻ തയ്യാറാക്കിയതാണോ, ലീഗലി അഡ്വൈസ്ഡ് ആണോ എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ആർത്ഥത്തിൽ അതിനെ എടുത്താൽ മതിയെന്നേ. ഈ സണ്ണി ജോസഫ് തന്നെയാണല്ലോ ഈ പരാതി വരുന്ന സമയത്ത് അങ്ങനെ എടുക്കാൻ പറ്റില്ല അനൂപ്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പുറത്താക്കിയ ആളെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇനി ഒരു കാര്യമില്ലെന്നേ. നിങ്ങൾ പുറത്താക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്നെ എന്തിനാണ് അയാൾക്ക് വേണ്ടി നിങ്ങൾ പറയാൻ നിൽക്കുന്നത്? അത് ഒന്നാമത്തെ കാര്യം. ഇനി നിങ്ങൾ കയ്യോടെ അതാ DGP ഏൽപ്പിച്ചു അല്ല, പറയട്ടെ, പൂർത്തിയാക്കട്ടെ. കയ്യോടെ നിങ്ങൾ DGPക്ക് ആ കത്ത് അങ്ങോട്ട് പരാതി അങ്ങോട്ട് കൈമാറി എന്നുള്ളതാണല്ലോ നിങ്ങൾക്ക് മേൽക്കൈ കിട്ടിയിരുന്ന ഒരു കാര്യം. നിങ്ങൾ പാർട്ടി കോടതിയിൽ അത് വെച്ചില്ല, നിങ്ങളത് നേരെ DGPക്ക് കൈമാറുന്നു എന്നതാണല്ലോ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിക്കൊണ്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ രണ്ടാമത്തെ പരാതിയിൽ സംശയമുണ്ട് എന്ന കോടതി ചില വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതൊരു ആയുധമാകുന്ന എങ്ങനെയാണ്? നിങ്ങൾ പുറത്താക്കിയ ആൾക്ക് വേണ്ടി വീണ്ടും വാദിക്കുകയാണോ? അത് സ്വാഭാവികമായ സംശയമാണ്. അത് നിങ്ങളുടെ KPCC അധ്യക്ഷൻ ചെയ്യുമ്പോൾ അപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായും അതിനെ തള്ളുകയാണ്. അതാണ് ഞാൻ ചോദിച്ചത്, പാർട്ടിയുടെ നിലപാട് എന്താണ്? അല്ല, ഇതിനകത്ത് നിങ്ങൾ കാണുന്നത് പോലെ ഒരു വൈരുദ്ധ്യവും ഇല്ല. KPCC പ്രസിഡന്റ്, നിങ്ങൾ ഈ പറഞ്ഞു എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് തന്നെയാണ് ഈ പരാതി കിട്ടിയ ആദ്യ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന് നടപടി പ്രഖ്യാപിച്ചത്. അന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. അദ്ദേഹത്തോട് പത്രമാധ്യമങ്ങൾ ചോദിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതുണ്ടോ? ഇനി രാഹുൽ രാജിവെക്കുന്നതാണ് നല്ലത്. ആ MLA സ്ഥാനം വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞ ആളല്ല KPCC പ്രസിഡന്റ്. അത് ഇന്നിപ്പോൾ മാറ്റി പറഞ്ഞ പശ്ചാത്തലമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് താഴെയുള്ള കോടതിയിൽ നിന്നും അല്ലല്ല സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഉടനെ രാഹുലിനെ തിരിച്ചെത്തിക്കാനുള്ള ആലോചനകൾ ഉണ്ടോന്ന് സ്വാഭാവികമായി സംശയിക്കാം. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം KPCC അധ്യക്ഷൻ ഒറ്റ മിനിറ്റ് അനൂപ്, KPCC അധ്യക്ഷൻ ഇത് പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ് കേസ് പരാതി എന്ന് മാത്രമല്ല പറഞ്ഞത്, ഇത് രാഷ്ട്രീയമായി ആസൂത്രണം ചെയ്താണ് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നത്. അത് തന്നെ KPCC അധ്യക്ഷനും പറയുകയാണ്. സംശയമുണ്ട് അനൂപ്? ഒരിക്കലുമില്ല. ഒരു കാര്യം
രണ്ടുപേർ പറഞ്ഞാൽ അത് ഒരേ കാര്യം തന്നെ പറഞ്ഞാൽ ഒരർത്ഥത്തിലാണെന്ന് കാണേണ്ടതില്ലല്ലോ. ഇപ്പോൾ കോടതി പറഞ്ഞത്, ഇതേ കോടതി തന്നെ ആദ്യത്തെ കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നിഷേധിച്ച കോടതിയാണല്ലോ. അപ്പോൾ കോടതിയുടെ മുന്നിൽ ചില നിയമപരമായ സാങ്കേതികത്വത്തിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങളുടെ ഒരു വലിയ കോടതി പരിശോധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ടാകും. ഇത് കോടതി ഒരിക്കലും നേരത്തെ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ച കോടതി രണ്ടാമത്തെ കേസിൽ രാഹുലിന് വേണ്ടി നിലപാടെടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ കോടതിയെ സംബന്ധിച്ച് ഒരു കേസിൽ കോടതി പരിശോധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് പ്രത്യേകിച്ചും ഒരു ജാമ്യത്തിൽ അത് കേസിൻ്റെ മെറിറ്റ് ഒന്നുമല്ല. കേസിൻ്റെ മെറിറ്റ് ഒരു ജാമ്യം അനുവദിക്കുന്ന കോടതി സ്വാഭാവികമായും കേസിൻ്റെ മെറിറ്റിലേക്ക് പ്രവേശിക്കേണ്ടതില്ല. ജാമ്യം അനുവദിച്ചതുകൊണ്ട് അയാൾ കേസിൽ നിന്ന് കുറ്റവിമുക്തനുമാവുന്നില്ല. ജാമ്യം നിഷേധിച്ചതുകൊണ്ട് അയാൾ കൂടുതൽ കുറ്റവാളിയാകുന്നുമില്ല. സ്വാഭാവിക നടപടിക്രമം കോടതി അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴും മെറിറ്റിലേക്ക് പ്രവേശിച്ചു എന്ന് സംശയിക്കുന്ന ആരാണ്? ആര് പ്രവേശിച്ചു എന്നാണ് സംശയിക്കുന്നത്? സ്മൃതി പറയുന്നത് കേട്ടാൽ തോന്നും ഈ കോടതി വിധി വന്ന ഉടനെ തന്നെ രാഹുലിനെ തിരിച്ചെടുക്കാനുള്ള ആലോചനകൾ കോൺഗ്രസിനകത്ത് സമാരംഭിച്ചു എന്നുള്ള നിലയ്ക്ക് ഇതിനെടുക്കേണ്ടെന്നേ. ഇത് കോടതി കൂടി പറഞ്ഞ പശ്ചാത്തലത്തിൽ ഈ കേസിൽ പരാതി കൊടുക്കേണ്ടത് ആർക്ക്, KPCC പ്രസിഡന്റിനാണോ എന്നുള്ള കോടതി പോലും സംശയം ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പോലീസിൽ കൊടുക്കേണ്ട പരാതി അവിടെ കൊടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട്. ഒരു ക്രിമിനൽ അഭിഭാഷകൻ കൂടിയായ ഒരു പ്രാക്ടീസിംഗ് ലോയർ കൂടിയായ KPCC പ്രസിഡന്റ് അത് പരാമർശിച്ചു എന്നുള്ളൂ. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് വെൽ ഡ്രാഫ്റ്റഡ് പരാതി തന്നെയാണ് കൊടുക്കേണ്ടത്. അതിൽ ഒരു നിയമോപദേശം തേടിയിട്ടാണ് ആ പരാതി തയ്യാറാക്കിയതെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇത് ആസൂത്രണമാണ് എന്ന് KPCC അധ്യക്ഷൻ പറയുന്നത്. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഇവിടെ സാമാന്യ ബുദ്ധിക്ക് ആളുകൾക്ക് മനസ്സിലാവുക. നിങ്ങൾക്ക് പക്ഷെ അത് ഒന്നായി തോന്നുന്നു. അങ്ങനെയാണോ ബാക്കിയുള്ളവർക്ക് തോന്നിയത്? ഞാൻ ചോദിക്കട്ടെ. VK സനോജ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് KPCC ഞാൻ വരാം VK സനോജ് Debate with Smriti Parathikkad.